ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ പുതിയ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അധിനിവേശവും ചെറുത്തുനിൽപ്പും ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും M4 ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ പല വിദേശ ശക്തികളും വ്യാപാരത്തിനായും അതേപോലെ രാജ്യം പിടിച്ചടക്കുന്നതിനു വേണ്ടിയുമൊക്കെ വന്നിട്ടുള്ളതായി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊരു കമ്പനിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലണ്ടിലാണ് ഫോം ചെയ്തത്. എവിടെയുള്ള കമ്പനി ആയിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ഇംഗ്ലണ്ടിലുള്ള കമ്പനി ആയിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഈസ്റ്റേൺ റീജിയൻസ്, അതായത് കിഴക്കൻ രാജ്യങ്ങളായിട്ട് ട്രേഡ് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലക്ഷ്യം. അതിൽ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യവും ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ കിഴക്കൻ രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങൾ അല്ലെങ്കിൽ കിഴക്കൻ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന ലക്ഷ്യം. ഇവർ പിന്നീട് ഇന്ത്യയെ കോൺക്വറും ചെയ്തു, അതായത് ഇന്ത്യയെ പിടിച്ചടക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കിഴക്കൻ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് റിലേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ ട്രേഡ് റിലേഷൻസ് നേടിയെടുത്തത് എന്നാണ് നോക്കാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് ഈസ്റ്റ് ഇൻഡീസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ ഒരു മാപ്പ് ശ്രദ്ധിച്ചേ. ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത് ഈ ഒരു കുറച്ച് രാജ്യങ്ങളുടെ കൂട്ടത്തെയാണ്. ഈ രാജ്യങ്ങളെ മൊത്തത്തിൽ നമ്മൾ ഈസ്റ്റ് ഇൻഡീസ് എന്നാണ് പറയുന്നത്. ഈസ്റ്റേൺ റീജിയൻസിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് ഈ ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗ്ലോബിനെ അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് മാപ്പിനെ രണ്ട് ഭാഗമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വെസ്റ്റേൺ പാർട്ടും അതേപോലെ ഈസ്റ്റേൺ പാർട്ടും. വെസ്റ്റേൺ പാർട്ടിൽ വരുന്ന രാജ്യങ്ങളെല്ലാം വെസ്റ്റേൺ കൺട്രീസ് ആണ് അല്ലെങ്കിൽ വെസ്റ്റേൺ റീജിയൻസ് ആണ്. ഈസ്റ്റേൺ പാർട്ടിൽ വരുന്ന രാജ്യങ്ങളെല്ലാം ഈസ്റ്റേൺ റീജിയൻസ് അല്ലെങ്കിൽ ഈസ്റ്റേൺ കൺട്രീസ് ആണ്. സോ നമ്മുടെ രാജ്യമായ ഇന്ത്യയും അതേപോലെ ഈസ്റ്റ് ഇൻഡീസ് ഇതെല്ലാം ഏത് ഭാഗത്താണ് വരുന്നത്? ഈസ്റ്റേൺ റീജിയൻസിലാണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമുക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയാണ് ഈസ്റ്റേൺ റീജിയൻസിൽ, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഈസ്റ്റേൺ റീജിയൻസിൽ വ്യാപാര ബന്ധം സ്ഥാപിച്ചെടുത്തത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ജെയിംസ് ഫൾച്ചറിൻ്റെ ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള കുറച്ച് ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റ് ഇൻഡീസുമായിട്ട് ട്രേഡ് നടത്തിയിരുന്നു അല്ലെങ്കിൽ വ്യാപാരം നടത്തിയിരുന്നു എന്നുള്ള കാര്യം. സോ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻ ഏപ്രിൽ 1601 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സെൻഡ് ഇറ്റ്സ് ഫസ്റ്റ് എക്സ്പെഡീഷൻ ടു ഈസ്റ്റ് ഇൻഡീസ്. അതായത് 1601 ഏപ്രിൽ മാസത്തിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് ഈസ്റ്റ് ഇൻഡീസിലേക്ക് ഒരു യാത്ര നടത്തിയത്. ഈ യാത്രയിൽ 4 കപ്പലുകൾ ഉണ്ടായിരുന്നു. കപ്പലുകളുടെ പേരാണ് അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ ആൻഡ് സൂസൻ. ഓക്കെ, ആഫ്റ്റർ സം 18 months its 4 ships അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ ആൻഡ് സൂസൻ had returned from Sumatra and Java with a cargo mainly of pepper. ഈ 4 കപ്പലുകൾ 18 മാസങ്ങൾക്ക് ശേഷം എവിടെ നിന്നും തിരിച്ചു വന്നു? സുമാട്ര, ജാവ എന്നീ പ്രദേശങ്ങളിൽ നിന്നും തിരിച്ച് ലണ്ടനിലെത്തി. ഓക്കെ, അതായത് സുമാട്ര, ജാവ എന്ന് പറയുന്ന പ്രദേശങ്ങൾ ഈസ്റ്റ് ഇൻഡീസിൻ്റെ ഭാഗമാണ്. ഓക്കെ, ദ സക്സസ് ഓഫ് ദിസ് വെഞ്ചർ ലെഡ് ടു എ സെക്കൻഡ് എക്സ്പെഡീഷൻ ബൈ ദ സെയിം ഷിപ്സ് വിച്ച് ലെഫ്റ്റ് ലണ്ടൻ ഇൻ മാർച്ച് 1604. സോ ആദ്യത്തെ യാത്ര വളരെ പ്രോഫിറ്റബിൾ ആയിരുന്നു അല്ലെങ്കിൽ വളരെ ലാഭമുണ്ടാക്കി. കാരണം എന്താണ്? ഇവർ തിരിച്ചു വന്നപ്പോൾ കപ്പൽ നിറച്ച് പെപ്പർ അല്ലെങ്കിൽ കുരുമുളകായിരുന്നു. കുരുമുളകിന് ഇംഗ്ലണ്ടിൽ വലിയ ഡിമാൻഡായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തീരുമാനിച്ചു വീണ്ടും ഒരു എക്സ്പെഡീഷൻ നടത്താം. അങ്ങനെ 1604 മാർച്ച് മാസത്തിൽ ലണ്ടനിൽ നിന്നും ഈ സെയിം 4 കപ്പലുകൾ തന്നെ വീണ്ടും ഈസ്റ്റ് ഇൻഡീസിലേക്ക് യാത്രയായി. ഓൺ ദ റിട്ടേൺ ജേർണി ഹെക്ടർ ആൻഡ് സൂസൻ സെറ്റ് ഓഫ് ഫസ്റ്റ്. But Susan was lost at sea and Hector was rescued by Ascension and Dragon with most of the crew dead.
അതായത് തിരിച്ചുള്ള യാത്രയിൽ ഹെക്ടറും സൂസനും നഷ്ടമായി. എന്നാൽ ഹെക്ടറിനെ അസെൻഷനും ഡ്രാഗണും ചേർന്ന് റെസ്ക്യൂ ചെയ്തു. പക്ഷേ ഹെക്ടറിലുണ്ടായിരുന്ന ജീവനക്കാരെല്ലാം തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. In May 1606, the ships loaded with a cargo of pepper, cloves and nutmegs reached England. അതായത് ഈ പോയ കപ്പലുകൾ 1606 തിരിച്ച് എവിടെ എത്തി? ഇംഗ്ലണ്ടിലെത്തി. എല്ലാ കപ്പലിനും തിരിച്ചെത്താൻ കഴിഞ്ഞില്ല. ബാക്കി അവശേഷിച്ചിരുന്ന കപ്പലുകൾ കാർഗോയൊക്കെ ആയിട്ട് എന്തൊക്കെയായിരുന്നു കാർഗോ? പെപ്പർ ഉണ്ടായിരുന്നു, അതേപോലെ ക്ലോവ്സ് അല്ലെങ്കിൽ ഗ്രാമ്പു ഉണ്ടായിരുന്നു, പിന്നെ നട്ട്മഗ് അല്ലെങ്കിൽ ജാതിക്കായിൻ്റെ കുരു ഉണ്ടായിരുന്നു. ഇതൊക്കെ ആയിട്ട് ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തി. The company made a profit of 95% on their investment. ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് കമ്പനി എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അതിൻ്റെ 95% ലാഭമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ഒരു യാത്രയിൽ നിന്നും നേടിയത്. സോ ഇവർക്കിപ്പോൾ എന്ത് മനസ്സിലായി? ഈസ്റ്റേൺ റീജിയൻസുമായിട്ട് ട്രേഡ് റിലേഷൻസ് ഉണ്ടാക്കിയാൽ അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വളരെ ലാഭമുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലായി. കാരണം അവിടെ നിന്ന് ലഭിക്കുന്നതെല്ലാം വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളാണ് അല്ലേ. പെപ്പർ, ക്ലോവ്സ്, നട്ട്മഗ്സ് അങ്ങനെയുള്ള സ്പൈസസ് ആണ് ഈസ്റ്റേൺ റീജിയൻസിൽ നിന്നും ഇവർ തിരിച്ചു കൊണ്ടുവരുന്നത്. സോ ഈ ഒരു പരിപാടി വളരെ നല്ലതാണെന്ന് ആർക്ക് മനസ്സിലായി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മനസ്സിലായി. Now examine what prompted English East India Company to trade in such a difficult condition. വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ട്രേഡ് നടത്തിയിരുന്നു അല്ലേ, അതായത് വ്യാപാരം നടത്തിയിരുന്നു. അതിനെ അവരെ പ്രേരിപ്പിച്ചത് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, യൂറോപ്യൻസ് ഹാഡ് ട്രേഡ് റിലേഷൻസ് വിത്ത് അതർ പാർട്സ് ഓഫ് വേൾഡ് ഫ്രം ഏൻഷ്യൻ ടൈംസ്. യൂറോപ്യൻസിന് വളരെ ഏൻഷ്യൻ ടൈംസ് മുതലേ, അതായത് പ്രാചീന കാലം മുതലേ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളുമായിട്ട് ട്രേഡ് റിലേഷൻസ് അല്ലെങ്കിൽ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. ഈ യൂറോപ്യൻസ് എന്ന് പറയുമ്പോൾ അതിലൊരുപാട് രാജ്യങ്ങളുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അടങ്ങുന്ന ബ്രിട്ടനും യൂറോപ്പിൻ്റെ ഭാഗം തന്നെയാണ്. ഏഷ്യ വാസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദിസ്. യൂറോപ്യൻസ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് വ്യാപാര ബന്ധം പുലർത്തിയിരുന്നു. അതിൽ ഏഷ്യയും ഭാഗമായിരുന്നു. These connections led to the discovery of an eastward sea route from Europe by the end of 15th century. അങ്ങനെ 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും യൂറോപ്പ് ഈ ഈസ്റ്റ്വേർഡ് സൈഡിലേക്ക് അല്ലെങ്കിൽ ഈസ്റ്റേൺ കൺട്രീസിൻ്റെ ഭാഗത്തേക്ക് ഒരു സീ റൂട്ട്, കടൽ മാർഗം കണ്ടെത്തി. The main reasons for this are as follows. അതായത് ഈസ്റ്റ്വേർഡ് സൈഡിലേക്ക് അല്ലെങ്കിൽ ഈസ്റ്റേൺ കൺട്രീസിൻ്റെ ഭാഗത്തേക്ക് ഒരു കടൽ മാർഗം യൂറോപ്യൻസ് കണ്ടെത്തി. അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, so the main reasons that led to the discovery of an eastward sea route from Europe by the end of 15th century are: first one, technological advancements in European shipbuilding and sailing. യൂറോപ്പിൽ ഷിപ്പ് ബിൽഡിംഗ്, കപ്പൽ നിർമ്മാണത്തിലും അതേപോലെ സെയിലിങ്ങിലുമെല്ലാം പുതിയ ടെക്നോളജീസ് വന്നു അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് വന്നു. ഗ്രോത്ത് ഇൻ നോളജ് എബൌട്ട് ജിയോഗ്രഫി, ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ അറിവ് ലഭിക്കാനായിട്ട് തുടങ്ങി. അഡ്വാൻസസ് മെയ്ഡ് ഇൻ കോമ്പസ് ആൻഡ് മാപ്പ് മേക്കിംഗ്, സെയിലിങ്ങിൽ വളരെയധികം സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കോമ്പസും അതേപോലെ മാപ്പ് മേക്കിങ്ങും. ദിശ അറിയാനായിട്ടാണ് ഇത് രണ്ടും നമ്മളെ സഹായിക്കുന്നത്. സോ കോമ്പസും മാപ്പ് മേക്കിങ്ങിലുമെല്ലാം കൂടുതൽ അഡ്വാൻസ്മെൻറ്റ്സ് വന്നു. പിന്നെ എന്താണ്? ട്രാവൽ റൈറ്റിംഗ്സ് ബൈ വോയേജേഴ്സ് പ്രൊവൈഡഡ് നോളജ് എബൌട്ട് ന്യൂ ടെറിട്ടറീസ് ആൻഡ് ദെയർ വെൽത്ത്. അതായത് യാത്രികർ, അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചാരികൾ യാത്രകൾ ചെയ്യുന്നുണ്ട്. അവരുടെ റൈറ്റിങ്സിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കൃതികളിൽ നിന്നെല്ലാം പുതിയ പുതിയ സ്ഥലങ്ങളെക്കുറിച്ചും അവിടെയുള്ള റിസോഴ്സസിനെ കുറിച്ച് അല്ലെങ്കിൽ വെൽത്തിനെ കുറിച്ചെല്ലാം അറിവ് ലഭിക്കാനായിട്ട് തുടങ്ങി. ദ കൊമേഴ്ഷ്യൽ മാർക്കറ്റ് ഫോർ ഏഷ്യൻ പ്രോഡക്ട്സ് ലൈക്ക് പെപ്പർ ഇൻ യൂറോപ്പ്, അതായത് യൂറോപ്പിൽ പെപ്പർ പോലുള്ള ഏഷ്യൻ പ്രോഡക്ട്സിന് നല്ല ഡിമാൻഡായിരുന്നു. പിന്നെ എന്താണ്? കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ടർക്സ്. ടർക്സ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം പിടിച്ചടക്കി. അതുകൊണ്ട് തന്നെ പിന്നെ ലാൻഡ് വഴി ഈസ്റ്റേൺ ഭാഗത്തേക്ക് ട്രാവൽ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരുന്നു. ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് 15th സെഞ്ച്വറീൻ്റെ അവസാന ഭാഗമായപ്പോഴേക്കും
യൂറോപ്യൻസ് ഈസ്റ്റ്വേർഡ് സൈഡിലേക്ക്, ഈസ്റ്റേൺ കൺട്രീസിലേക്ക് ഒരു സീ റൂട്ട് കണ്ടെത്താൻ തയ്യാറായത്, അല്ലെങ്കിൽ അവരത് കണ്ടെത്തിയത്. മനസ്സിലായല്ലോ? ഇനി കോൺസ്റ്റാന്റിനോപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കാം. കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് എൻ ഇമ്പോർട്ടൻറ്റ് ഹബ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. യൂറോപ്പും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഹബ്ബാണ് എന്ത്? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഹബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്ക് പോകണമെങ്കിൽ ആദ്യം നമ്മൾ എവിടെ എത്തണം? കോൺസ്റ്റാന്റിനോപ്പിളിൽ എത്തണം. അതേപോലെ തന്നെ ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കും ട്രാവൽ ചെയ്യണമെങ്കിൽ ആദ്യം കോൺസ്റ്റാന്റിനോപ്പിളിൽ എത്തണം. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്താണ്? യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു ഹബ്ബാണ്. അപ്പോൾ ഹബ്ബ് എന്താണെന്ന് മനസ്സിലായല്ലോ? രണ്ട് സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എന്തായാലും എത്തിയേ മതിയാവും. അങ്ങനെയുള്ള ആ സ്ഥലത്തിനെയാണ് നമ്മൾ ഹബ്ബ് എന്ന് പറയുന്നത്. ദിസ് വാസ് ദ ലിങ്ക് ഫോർ ദ ലാൻഡ് ട്രേഡ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. യൂറോപ്പും ഏഷ്യയും തമ്മിൽ ഉള്ള ലാൻഡ് ട്രേഡ് അല്ലെങ്കിൽ കരമാർഗത്തിലൂടെയുള്ള വ്യാപാരത്തിൻ്റെ ഒരു പ്രധാന ലിങ്ക് ആയിരുന്നു എന്ത്? കോൺസ്റ്റാന്റിനോപ്പിൾ. In 1453, Turks captured this place which prevented further European trade using this hub. പക്ഷേ എന്താ സംഭവിച്ചത്? 1453 ടർക്ക് എന്ത് ചെയ്തു? ഈ കോൺസ്റ്റാന്റിനോപ്പിളിനെ പിടിച്ചെടുത്തു. ഓക്കെ, അതിനുശേഷം പിന്നീട് യൂറോപ്യൻസിന് ഈ ഒരു ഹബ്ബ് ഉപയോഗിച്ചുകൊണ്ട് ഏഷ്യയിലേക്ക് ലാൻഡ് ട്രേഡ് നടത്താനായിട്ട് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിലൂടെ അവർക്ക് സഞ്ചരിക്കാനായിട്ട് പിന്നീട് പറ്റിയിട്ടില്ല. അപ്പോൾ യൂറോപ്യൻസ് എന്ത് ചിന്തിച്ചു? ഓക്കെ, ഈ ഒരു ഹബിലൂടെ ഇനി ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, മറ്റൊരു വഴി എന്തായാലും കണ്ടെത്തിയേ മതിയാവൂ. അങ്ങനെ ദിസ് ഫോഴ്സ്ഡ് യൂറോപ്യൻസ് ടു ഫൈൻഡ് ആൻ ഓൾട്ടർനേറ്റ് റൂട്ട്. അങ്ങനെ യൂറോപ്യൻസ് പുതിയൊരു റൂട്ട് കണ്ടെത്തി ഏഷ്യയിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഈസ്റ്റ്വേർഡ് സൈഡിലേക്ക് വരാൻ. അങ്ങനെയാണ് ഈസ്റ്റ്വേർഡ് സൈഡ് സീ റൂട്ട് യൂറോപ്യൻസ് കണ്ടെത്താനായിട്ട് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു റൂട്ട് അവർ കണ്ടെത്തിയത്. മനസ്സിലായോ? ഇനി നമ്മൾ കുറേ നേരമായിട്ട് യൂറോപ്യൻസ് എന്ന് പറയുന്നുണ്ട്. ആരാണ് ഈ യൂറോപ്യൻസ്? യൂറോപ്പ് ഒരു വൻകരയാണെന്നറിയാലോ. ഒരു വൻകരയിൽ ഒരുപാട് രാജ്യങ്ങളുണ്ടാവും. ആ രാജ്യങ്ങളിലുള്ള എല്ലാ ആൾക്കാരെയും ചേർത്താണ് നമ്മൾ യൂറോപ്യൻസ് എന്ന് പറയുന്നത്. സോ യൂറോപ്പ് എന്ന വൻകരയിലുള്ള എല്ലാ ആൾക്കാരെയും ചേർത്ത് നമ്മൾ യൂറോപ്യൻസ് എന്ന് പറയും. അതിലൊരു പർട്ടിക്കുലർ രാജ്യത്തെ ആൾക്കാർ മാത്രമല്ല, എല്ലാ രാജ്യത്തെ ആൾക്കാരെയും നമ്മൾ യൂറോപ്യൻസ് എന്ന് തന്നെയാണ് പറയുന്നത്. സോ യൂറോപ്പിലുള്ള ചില രാജ്യങ്ങളാണ് പോർച്ചുഗലും ഡച്ചും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ. ഇവരെല്ലാം നമ്മൾ കോമൺ ആയിട്ട് എന്ത് പറയും? യൂറോപ്യൻസ് എന്ന് പറയും. ഓക്കെ, now the Portuguese were the first Europeans to reach India by sea. കടൽ മാർഗത്തിലൂടെ യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്ന ആദ്യത്തെ ആൾക്കാർ ആരാണ്? പോർച്ചുഗീസുകാരാണ്, അല്ലെങ്കിൽ പോർച്ചുഗൽ രാജ്യത്തെ ആൾക്കാരാണ്. വാസ്കോ ദ ഗാമ ഫ്രം പോർച്ചുഗൽ വാസ് ദ ഫസ്റ്റ് ടു റീച്ച് ഇന്ത്യ ബൈ സീ. പോർച്ചുഗീസിൽ നിന്നും ആരാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിയത് കടൽ മാർഗത്തിലൂടെ? വാസ്കോ ഡ ഗാമയാണ്. ഓക്കെ, ഇനി യൂറോപ്യൻസ് ഹു കെയിം ടു ഇന്ത്യ. പോർച്ചുഗീസുകാർ മാത്രമല്ല ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻസ്. ആരൊക്കെ വന്നിട്ടുണ്ട്? പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ട്, ഡച്ചുകാർ വന്നിട്ടുണ്ട്, ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വന്നിട്ടുണ്ട്, പിന്നെ ആരാണ്? ഫ്രഞ്ചുകാരും വന്നിട്ടുണ്ട്. സോ ഈ ഒരു ഓർഡറിലാണ് അവർ ഇന്ത്യയിൽ എത്തിയത്. ആദ്യം വന്നത് പോർച്ചുഗീസുകാർ, രണ്ടാമത് വന്നത് ഡച്ചുകാരാണ്, മൂന്നാമത് വന്നത് ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരാണ്, ഏറ്റവും അവസാനമായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻസ് ആരാണ്? ഫ്രഞ്ചുകാരാണ്. മനസ്സിലായല്ലോ? ഇനി വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് എത്തിയ യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. ഇൻ 1498 വാസ്കോ ഡ ഗാമ റീച്ച്ഡ് കാപ്പാട് നിയർ കോഴിക്കോട്. 1498 വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എവിടെയാണ് ആദ്യമായിട്ട് എത്തിയത്? കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കടപ്പുറത്താണ്. ഹിസ് അറൈവൽ പേവ്ഡ് ദ വേ ഫോർ യൂറോപ്യൻ ഡോമിനൻസ് ഇൻ ഇന്ത്യ. ഇതോടുകൂടിയാണ് ഇന്ത്യയിൽ യൂറോപ്യൻ യുഗം ആരംഭിക്കുന്നത്. അറ്റ് ദാറ്റ് ടൈം കോഴിക്കോട് വാസ് റൂൾഡ് ബൈ സാമോറിൻ ഡിനാസ്റ്റി. ഈ സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിയാണ്. ഈ സാമൂതിരി എന്ന് പറയുന്നത് ആ ഒരു രാജവംശത്തിൻ്റെ തന്നെ പേരാണ്, അല്ലെങ്കിൽ സാമോറിൻ എന്ന് പറയുന്നത് ആ ഒരു രാജവംശത്തിൻ്റെ പേരാണ്. ദ അറബ്സ് കൺട്രോൾഡ് ദ ഫോറിൻ ട്രേഡ് വിത്ത് കോഴിക്കോട്. അതായത് പോർച്ചുഗീസുകാർ അല്ലെങ്കിൽ വാസ്കോ ഡ ഗാമ നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് എത്തിയ സമയത്ത് ആ പ്രദേശത്തുള്ള ട്രേഡ്, വ്യാപാരം ആരാണ് കൺട്രോൾ ചെയ്തിരുന്നത്? അറബികളായിരുന്നു. ഓക്കെ, സാമോറിൻ ഡിഡ് നോട്ട് ആക്സെപ്റ്റ് ദ ഡിമാൻഡ് ഓഫ് പോർച്ചുഗീസ് ടു
എക്സ്പെൽ ദ അറബ്സ് ആൻഡ് ഗ്രാൻഡ് ദം എക്സ്ക്ലൂസീവ് ട്രേഡിംഗ് റൈറ്റ്സ്. അതായത് വാസ്കോ ഡ ഗാമ കോഴിക്കോട് വ്യാപാരം ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വരുന്നത്. എന്നാൽ അവിടെ എത്തിയപ്പോഴേക്ക് എന്ത് മനസ്സിലായി? അവിടെ ഭരിക്കുന്നത് സാമൂതിരിയാണെന്ന് മനസ്സിലായി. അവിടുത്തെ ട്രേഡ് അല്ലെങ്കിൽ വ്യാപാരം ആരുടെ അണ്ടറിലാണ്? അറബികളുടെ അണ്ടറിലാണെന്നും മനസ്സിലായി. അപ്പോൾ പോർച്ചുഗീസുകാരനായ വാസ്കോ ഡ ഗാമയുടെ ആവശ്യം എന്തായിരിക്കും? ഈ അറബ്സുമായിട്ടുള്ള വ്യാപാര ബന്ധം വിട്ടുകളയണമെന്ന് സാമൂതിരിയോട് ആര് പറയുന്നു? വാസ്കോ ഡ ഗാമ പറയുന്നു. പക്ഷേ സാമൂതിരി അതിന് തയ്യാറായില്ല. ഓക്കെ, സാമൂതിരി അറബ്സുമായിട്ട് തന്നെ ട്രേഡ് റിലേഷൻ നിലനിർത്താനാണ് ആഗ്രഹിച്ചത്. വാസ്കോ ഡ ഗാമയായിട്ട് അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുമായിട്ട് പുതിയൊരു ട്രേഡ് റിലേഷൻഷിപ്പിന് ആരാഗ്രഹിച്ചിരുന്നില്ല? സാമൂതിരി ആഗ്രഹിച്ചിരുന്നില്ല. ഓക്കെ, and following this, Vasco da Gama obtained permission for trade from the then Kolathiri king of Kannur. So സാമൂതിരിയുമായിട്ട് വ്യാപാര ബന്ധമൊന്നും സ്ഥാപിക്കാൻ വാസ്കോ ഡ ഗാമയ്ക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വാസ്കോ ഡ ഗാമ എങ്ങോട്ട് മൂവ് ചെയ്തു? കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്കാണ് മൂവ് ചെയ്തത്. അവിടെ കോലത്തിരി രാജാവുമായിട്ട് ട്രേഡ് ചെയ്യാനുള്ള പെർമിഷൻസ് ഒക്കെ വാസ്കോ ഡ ഗാമയ്ക്ക് ലഭിച്ചു. അങ്ങനെ അവിടെ നിന്നും കുറേ പെപ്പറൊക്കെ സംഭരിച്ച്, അതായത് കുരുമുളക് സംഭരിച്ച് അല്ലെങ്കിൽ കളക്ട് ചെയ്ത് ആര് പോർച്ചുഗലിലേക്ക് മടങ്ങി? വാസ്കോ ഡ ഗാമ പോർച്ചുഗലിലേക്ക് മടങ്ങി. വാസ്കോ ഡ ഗാമ റിട്ടേൺഡ് ഹോം വിത്ത് ഗുഡ്സ് വർത്ത് 60 times more than the cost of his journey. അതായത് വാസ്കോ ഡ ഗാമയ്ക്ക് പോർച്ചുഗലിൽ നിന്നും ഇന്ത്യയിലെത്താൻ അല്ലെങ്കിൽ കോഴിക്കോട് എത്താൻ വേണ്ട ആ ഒരു എക്സ്പെൻസിൻ്റെ 60 ഇരട്ടിയാണ് ലാഭമായിട്ട് ഈ ഒരു യാത്രയിൽ നിന്നും പോർച്ചുഗീസ് രാജ്യത്തിന് നൽകാനായിട്ട് സാധിച്ചത്. The profit generated in this journey encouraged the Portuguese to make similar commercial trips to India. സോ പോർച്ചുഗീസുകാർക്ക് എന്തു മനസ്സിലായി? ഓക്കെ, ഇന്ത്യയിലേക്ക് ഇങ്ങനെ യാത്രകൾ നടത്തിയാൽ ഒരുപാട് ലാഭമുണ്ടാക്കാൻ സാധിക്കും. സോ ഇത് അവർക്കൊരു എൻകറേജ്മെൻ്റ് ആയി ഇനിയും ഇന്ത്യയിലേക്ക് കൊമേഴ്ഷ്യൽ ട്രിപ്സ് നടത്താനായിട്ട്. എന്നാൽ സാമോറിൻ ഡിഡ് നോട്ട് ഗീവ് ദ പോർച്ചുഗീസ് എ മൊണോപോളി ഇൻ ട്രേഡ് അല്ലെങ്കിൽ വ്യാപാരം ചെയ്യാനായിട്ട് സാമൂതിരി ആരുമായിട്ട് സഹകരിച്ചില്ല? പോർച്ചുഗീസുകാരുമായിട്ട് സഹകരിച്ചില്ല. This led to conflicts between Samorin and the Portuguese. പോർച്ചുഗീസും സാമൂതിരിയും തമ്മിൽ അല്ലെങ്കിൽ സാമോറിനും തമ്മിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ട് ഇതൊരു കാരണമായി. The Portuguese had to face stiff resistance from the കുഞ്ഞാലി മരക്കാർസ് who were the naval chiefs of Samorin. ഈ സാമോറിൻ എന്ന് പറയുന്നത് സാമൂതിരിയുടെ ഇംഗ്ലീഷാണ്. മലയാളത്തിൽ നമ്മൾ സാമൂതിരി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ സാമൂതിരിയുടെ നാവികസേനയുടെ തലവന്മാരാണ് ആര്? കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ ഇറ ഓഫ് കുഞ്ഞാലി മരക്കാർസ് ദ പോർച്ചുഗീസ് ഡിഡ് നോട്ട് ഫേസ് മച്ച് ത്രെഡ് ഫ്രം ഇന്ത്യ. അതായത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. ഈ കുഞ്ഞാലി മരക്കാർമാർ നാവിക തലവന്മാരായിരുന്ന കാലം അത്രയും പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയുമായി ട്രേഡ് ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എന്നാൽ കുഞ്ഞാലി മരക്കാർമാരുടെ ആ ഒരു കാലം അവസാനിച്ചതിന് ശേഷം പോർച്ചുഗീസുകാർ ഇന്ത്യയുമായി ട്രേഡ് നടത്തുന്നതിൽ വലിയ പ്രശ്നങ്ങളൊന്നും നേരിട്ടിരുന്നില്ല. മനസ്സിലായല്ലോ? ഇനി നമ്മൾ പറഞ്ഞു വാസ്കോ ഡ ഗാമ കടൽ മാർഗത്തിലൂടെയാണ് ഇന്ത്യയിലെത്തിയതെന്ന്, അല്ലേ? അങ്ങനെയെങ്കിൽ വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ ഏതാണ്? Vasco da Gama and his crew reached India with 3 ships named Sao Gabriel, Sao Rafael and Sao Berrio. അതായത് 3 കപ്പലുകളിലായിട്ടാണ് വാസ്കോ ഡ ഗാമയും ടീമും എങ്ങോട്ടേക്ക് വന്നത്? ഇന്ത്യയിലേക്ക് എത്തിയത്. ഏതൊക്കെയാണ് ആ 3 കപ്പലുകൾ? സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, അതേപോലെ സാവോ ബെറിയോ. മനസ്സിലായല്ലോ? ഇനി കുഞ്ഞാലി മരക്കാർമാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആരായിരുന്നു ഈ കുഞ്ഞാലി മരക്കാർമാർ? കുഞ്ഞാലി മരക്കാർസ് പ്രൊട്ടക്റ്റഡ് ദ സാമോറിൻ ആൻഡ് ദ വെസ്റ്റ് കോസ്റ്റ്. അതായത് കേരളത്തിൻ്റെ വെസ്റ്റേൺ കോസ്റ്റ് അല്ലെങ്കിൽ മലബാറിൻ്റെ വെസ്റ്റേൺ കോസ്റ്റ് സംരക്ഷിച്ചിരുന്ന സാമൂതിരിയുടെ നേവൽ ചീഫ്സ് അല്ലെങ്കിൽ നാവിക സേനയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. പോർച്ചുഗീസ് അറ്റാക്കിൽ നിന്നാണ് അവർ പ്രധാനമായിട്ടും ആരെ രക്ഷിച്ചിരുന്നത്? സാമൂതിരിയെ രക്ഷിച്ചിരുന്നത്. കുഞ്ഞാലി മരക്കാർ വാസ് എ ഡെസിഗ്നേഷൻ. ഈ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് ഒരാളുടെ പേരല്ല, അതൊരു ഡെസിഗ്നേഷനാണ് അല്ലെങ്കിൽ അതൊരു സ്ഥാനപ്പേരാണ്.
4 people have occupied this position at different times. 4 പേരാണ് മൊത്തത്തിൽ ഈ ഒരു സ്ഥാനം വഹിച്ചിരുന്നത് പല സമയങ്ങളിലായിട്ട്. അതിൽ കുഞ്ഞാലി തേർഡ് ഡിഫീറ്റഡ് പോർച്ചുഗീസ് ആൻഡ് ക്യാപ്ചേർഡ് ഫോർട്ട് ചാലിയം. ചാലിയം കോട്ട എന്ന് പറയുന്ന ഒരു കോട്ടയുണ്ടായിരുന്നു. ആ കോട്ട പിടിച്ചെടുത്തത് ആരാണ്? കുഞ്ഞാലി മൂന്നാമനാണ്. ഈ പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു ചാലിയം കോട്ട. അത് തിരികെ നേടിയെടുത്തത് കുഞ്ഞാലി മൂന്നാമനാണ്. കുഞ്ഞാലി ഫോർത്ത് വാസ് എക്സിക്യൂട്ടഡ് ബൈ പോർച്ചുഗീസ് ഇൻ ഗോവ. എന്നാൽ കുഞ്ഞാലി നാലാമനെ ആര് പിടികൂടി? പോർച്ചുഗീസുകാർ പിടികൂടി, അതേപോലെ വധിക്കുകയും ചെയ്തു. എവിടെ വെച്ച്? ഗോവയിൽ വെച്ച്. With the fall of the കുഞ്ഞാലീസ് the decline of Samorin also began. അങ്ങനെ ഈ 4 കുഞ്ഞാലിമാർ കഴിയുമ്പോഴേക്കും കുഞ്ഞാലിമാരുടെ ആ ഒരു യുഗം കഴിയും. അതോടുകൂടി സാമൂതിരിയുടെ ഭരണവും ഏകദേശം അവസാനിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, ഇനി ഈ ഒരു മാപ്പിൽ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് എത്തിയ റൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിരുന്നു സീ റൂട്ടിലൂടെയാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തിയത്. സോ ആ റൂട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദാ ഇവിടെയാണ് പോർച്ചുഗൽ ഉള്ളത്. പോർച്ചുഗലിലെ ലിസ്ബൺ എന്ന സ്ഥലത്ത് നിന്നാണ് വാസ്കോഡ ഗാമ തൻ്റെ യാത്ര ആരംഭിച്ചത്. ദാ ഈ ആരോ മാർക്ക് നോക്കിയാൽ അറിയാം, ഇങ്ങനെയാണ് വാസ്കോഡ ഗാമ സഞ്ചരിച്ചിരിക്കുന്നത്. ആഫ്രിക്കയുടെ അവസാന ഭാഗത്തെത്തുമ്പോൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഉണ്ട്, അതായത് ശുഭപ്രതീക്ഷാ മുനമ്പാണ്. അത് ചുറ്റി വാസ്കോഡ ഗാമ ദാ ഈ ഒരു മാർഗത്തിലൂടെ ഇങ്ങനെ എവിടെ എത്തുന്നു? ഇന്ത്യയുടെ കാലിക്കറ്റ് തീരത്ത് എത്തുന്നു. ഓക്കെ, അവിടെ നിന്നും തിരിച്ചു വന്നിരിക്കുന്ന മാർഗവും ആരോ മാർക്കിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് വാസ്കോഡ ഗാമാസ് വോയേജ് ഏതാണ്? ലിസ്ബൺ. പോർച്ചുഗലിലെ ലിസ്ബൺ ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ദ പ്ലേസ് വെയർ വാസ്കോഡ ഗാമ അറൈവ്ഡ് എവിടെയാണ്? കേരളത്തിലെ കാലിക്കറ്റ്. കാലിക്കറ്റിനടുത്തുള്ള കാപ്പാടാണ് വാസ്കോഡ ഗാമ അറൈവ് ചെയ്തത്. ഓക്കെ, നൗ ദ ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെൻറ്റ്സ് ഹി ട്രാവേഴ്സ്ഡ്. ഏതൊക്കെ സമുദ്രങ്ങളും ഏതൊക്കെ വൻകരകളുമാണ് വാസ്കോഡ ഗാമ താണ്ടിയത്? ഏതൊക്കെയാണ്? ആദ്യം നമുക്ക് ഓഷ്യൻസ് നോക്കാം. ദാ ഇവിടെ 2 ഓഷ്യൻസേ ഉള്ളൂ. ഒന്ന് അറ്റ്ലാന്റിക് ഓഷ്യൻ, അടുത്തത് ഇന്ത്യൻ ഓഷ്യൻ. ഇനി വൻകരകൾ ഏതൊക്കെയാണ്? പോർച്ചുഗലിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. പോർച്ചുഗൽ ഏത് വൻകരയുടെ ഭാഗമാണ്? ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, യൂറോപ്പ് എന്ന വൻകരയുടെ ഭാഗമാണ്. സോ ആദ്യത്തെ വൻകര യൂറോപ്പ് തന്നെയാണ്. അടുത്തത് ഏതാണ്? ദാ ആഫ്രിക്ക. ആഫ്രിക്കയിനെയും ചുറ്റിയല്ലേ? സോ അടുത്ത വൻകര ആഫ്രിക്കയാണ്. അത് കഴിഞ്ഞ് ഇന്ത്യയൊക്കെ ഏത് വൻകരയുടെ ഭാഗമാണ്? ഏഷ്യയുടെ ഭാഗമാണ്. സോ 3 വൻകരകളാണ് ചുറ്റിയത്. ഏതൊക്കെയാണ്? യൂറോപ്പ്, ആഫ്രിക്ക, അതേപോലെ ഏഷ്യ. മനസ്സിലായല്ലോ? അപ്പോൾ പോർച്ചുഗീസുകാർ വ്യാപാര ബന്ധവുമായി ഇന്ത്യയിൽ ഒരുപാട് കാലമുണ്ടായിരുന്നു. ആദ്യം വാസ്കോഡ ഗാമ വന്നു, പിന്നീട് പുറകെ പല ആൾക്കാരും എവിടെ വന്നു? ഇന്ത്യയിൽ പോർച്ചുഗലിൽ നിന്നും വന്നു. അങ്ങനെ അവർ നമ്മുടെ രാജ്യത്തുള്ള ആളുകളൊക്കെ ആയിട്ട് ഇടപഴകി, പ്രധാനമായും നമ്മുടെ കേരളത്തിലെ ആളുകളുമായിട്ട് ഇടപഴകി. അങ്ങനെ അവരുടെ ഭാഷയിൽ നിന്നും നമ്മുടെ ഭാഷയിലേക്ക് ചില വാക്കുകൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പോർച്ചുഗീസ് വാക്കുകളിൽ നിന്നും ഇൻഫ്ലുവൻസ് ആയിട്ട് നമ്മുടെ ഭാഷയിൽ ചില വാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മേശ, കസേര, അലമാര, ജനൽ, പേന, പാര, ചാക്ക്, ലേലം, തൂവാല, വിജാഗിരി, ഈ വാക്കുകളെല്ലാം തന്നെ പോർച്ചുഗീസ് ഇൻഫ്ലുവൻസിലൂടെ നമുക്ക് ലഭിച്ച, മലയാളത്തിന് ലഭിച്ച വാക്കുകളാണ്. ഓക്കെ, അതിൽ ചിലതിൻ്റെയൊക്കെ പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാ ഇത് മേശ, പിന്നെ എന്താണ്? കസേര, അലമാര, ജനൽ, പേന, ചാക്ക്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് പോർച്ചുഗീസുകാരെ ഇന്ത്യയുമായിട്ട് ഒരുപാട് കാലം വ്യാപാര ബന്ധം നിലനിർത്തിയിരുന്നു. വ്യാപാര ബന്ധം മാത്രമല്ല, അവർ പല സ്ഥലങ്ങളും പിടിച്ചടക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ഒരു ഇൻഫ്ലുവൻസിൽ നിന്നും നമുക്ക് എന്തൊക്കെയാണ് ലഭിച്ചത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാഷ്യൂ ട്രീ, പറങ്കിമാവ്, കാഷ്യൂ ട്രീ അഥവാ പറങ്കിമാവ്, പപ്പായ, അതേപോലെ പേരയ്ക്ക, പൈനാപ്പിൾ, ഇതെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. The first European fort in India, Fort Manuel, was established in Kochi. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ കോട്ട പണിയുന്നത്. ആ കോട്ടയുടെ പേരാണ് ഫോർട്ട് മാനുവൽ. അതെവിടെയാണ്? കൊച്ചിയിലാണ്. The regions of Kochi, Goa, Daman and Diu came under the rule of Portuguese. പോർച്ചുഗീസുകാർ കൊച്ചിയും ഗോവയും ഡാമനും ദിയുമെല്ലാം അവരുടെ ഭരണത്തിൻ്റെ കീഴിൽ ആക്കുകയും ചെയ്തു.
പിന്നെ എന്താണ്, പ്രിൻറ്റിംഗ് ടെക്നോളജി വാസ് പോപ്പുലറൈസ്ഡ്. ഇന്ത്യയിൽ പ്രിൻറ്റിംഗ് ടെക്നോളജി പോപ്പുലർ ആക്കിയത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ആർട്ട് ഫോം സച്ച് ആസ് ചവിട്ട് നാടകം ആൻഡ് മാർഗം കളി വെർ പോപ്പുലറൈസ്ഡ്. ചവിട്ട് നാടകം, മാർഗം കളി ഇതെല്ലാം ആർട്ട് ഫോംസ് ആണ്. ഈ കലാരൂപങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ വാസ് സ്റ്റാർട്ടഡ്. യൂറോപ്യൻ സ്റ്റൈൽ കൺസ്ട്രക്ഷൻ നമ്മളും ആരംഭിക്കാനായിട്ട് തുടങ്ങി. ട്രെയിനിങ് വാസ് ഗിവൺ ഇൻ വാർ ടാക്ടിക്സ് ആൻഡ് യൂറോപ്യൻ വെപ്പൺസ്. യൂറോപ്യൻ ആയുധങ്ങൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, അതേപോലെ പുതിയ പുതിയ യുദ്ധമുറകൾ, ഇതെല്ലാം നമ്മൾ അവരിൽ നിന്നും പഠിച്ചു. ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് വേർ സ്റ്റാർട്ടഡ്. ക്രിസ്തു മത പഠന കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിൽ ആരംഭിക്കാനായിട്ട് തുടങ്ങി. സോ ഇതെല്ലാം പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ നമ്മുടെ നാട്ടിൽ വന്ന് വ്യാപാര ബന്ധവും അതേപോലെ ഭരണവുമെല്ലാം ആരംഭിച്ചപ്പോൾ നമുക്കുണ്ടായ മാറ്റങ്ങളാണ്. ഓക്കെ, മനസ്സിലായല്ലോ? സോ ഈ ചിത്രത്തിൽ കാണുന്നത് ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ ഫോർട്ട് മാനുവലിൻ്റെ ഭാഗങ്ങളാണ്. ഇത് കൊച്ചിയിലാണ്. ഓക്കെ, ഈ കാണുന്നതാണ് മാർഗം കളി. ഇനി ഇതാണ് ചവിട്ടുനാടകം. ഇനി നമ്മൾ പോർച്ചുഗീസുകാർ എന്തൊക്കെ സംഭാവനയാണ് ചെയ്തത് എന്ന് പഠിച്ചു അല്ലേ. ഇനി ഇതെല്ലാം ഏതെല്ലാം ഫീൽഡിലാണ് എന്ന് നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ ഫീൽഡിൽ അവരെന്ത് സംഭാവനയാണ് നൽകിയത്? The first European fort in India, Fort Manuel, was established in Kochi. ആദ്യത്തെ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. പിന്നെ എന്താണ്, ദ റീജിയൻസ് ഓഫ് കൊച്ചി, ഗോവ, ഡാമൻ ആൻഡ് ദിയു കെയിം അണ്ടർ ദ റൂൾ ഓഫ് പോർച്ചുഗീസ്. പിന്നെ ട്രെയിനിങ് വാസ് ഗിവൺ ഇൻ വാർ ടാക്ടിക്സ് ആൻഡ് യൂറോപ്യൻ വെപ്പൺസ്. ഇത് മൂന്നും പൊളിറ്റിക്കൽ ഫീൽഡിലെ അവരുടെ സംഭാവനയിൽ പെടുന്നതാണ്. ഓക്കെ, ഇനി അഗ്രികൾച്ചറൽ സെക്ടറിൽ അവരെന്ത് സംഭാവനയാണ് ചെയ്തത്? നമ്മൾ പഠിച്ചു. പറങ്കി മാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ ഇതെല്ലാം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോർച്ചുഗീസുകാരാണ്. ഇനി നോളജ് സെക്ടറിലാണെങ്കിലോ പ്രിൻറ്റിംഗ് നമുക്ക് പോപ്പുലറൈസ് ചെയ്തു തന്നത് പോർച്ചുഗീസുകാരാണ്. അതേപോലെ ക്രിസ്തു മത പഠന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇനി കൾച്ചറൽ സെക്ടറിൽ നമുക്ക് എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് ആണ് ലഭിച്ചത്? ആർട്ട് ഫോംസ് സച്ച് ആസ് ചവിട്ട് നാടകം ആൻഡ് മാർഗം കളി വേർ പോപ്പുലറൈസ്ഡ്. യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ വാസ് സ്റ്റാർട്ടഡ്. ഓക്കെ, സോ ഇതെല്ലാം കൂടി നമ്മൾ ആദ്യം ഒന്ന് പഠിച്ചു. ഇനി ഇത് ഓരോരോ ഫീൽഡിൽ സെപ്പറേറ്റ് ചെയ്താണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ചാപ്റ്റർ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് ആണ്. ഇതിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എവിടെയാണ് സ്ഥാപിച്ചതെന്ന് പഠിച്ചു. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് പഠിച്ചു. അതേപോലെ ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് നേഷൻസ് ആണ്. ഈസ്റ്റേൺ റീജിയൻസിലുള്ള കൺട്രീസ് ആണ്. പിന്നെ എന്താണ്, എങ്ങനെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റ് ഇൻഡീസിലേക്ക് എക്സ്പെഡീഷൻ നടത്തിയത്? പിന്നെ എന്താണ്, എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇങ്ങനെ ഒരു ട്രേഡ് നടത്താൻ തീരുമാനിച്ചത്? അതേപോലെ പുതിയൊരു സീ റൂട്ട് കണ്ടെത്തുന്നതിൻ്റെ പിന്നിലുള്ള റീസൺസ് എന്തൊക്കെയാണ്? പിന്നെന്താ, കോൺസ്റ്റാന്റിനോപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കിയല്ലേ. ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ഒരു ഹബ്ബാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ടർക്സ് 1453 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അതോടുകൂടി യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്ക് ലാൻഡ് ത്രൂ അല്ലെങ്കിൽ കരമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റാതെയായി. സോ യൂറോപ്യൻസ് എന്ത് തീരുമാനിച്ചു? പുതിയൊരു സീ റൂട്ട് കണ്ടെത്താം എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ പുതിയ സീ റൂട്ട് കണ്ടെത്തി. ഓക്കെ, ഇനി ഒരുപാട് യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്, രണ്ടാമത് ഡച്ചുകാർ, മൂന്നാമത് ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സ്, നാലാമതായിട്ട് വന്നത് ഫ്രഞ്ചുകാരാണ്. ഇനി പോർച്ചുഗീസുകാർ എങ്ങനെയാണ് ഇന്ത്യയിൽ എത്തിയത്, അവർ നമുക്ക് തന്ന കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ പിന്നീട് പഠിച്ചത്. ഓക്കെ, സോ പോർച്ചുഗീസുകാരിൽ ആരാണ് ആദ്യം ഇന്ത്യയിലെത്തിയത്? വാസ്കോഡ ഗാമയാണ്. നമ്മുടെ കേരളത്തിലെ കോഴിക്കോടിനടുത്തുള്ള കാപ്പാടിലാണ് വാസ്കോഡ ഗാമ വന്നത്. അതേപോലെ വാസ്കോഡ ഗാമയുടെ യാത്രയിൽ അനുഗമിച്ച കപ്പലുകൾ ഏതൊക്കെയായിരുന്നു? സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, സാവോ ബെറിയോ. പിന്നെ കുഞ്ഞാലി മരക്കാർമാർ ആരൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ മനസ്സിലാക്കി ഏത് പാത്തിലൂടെയാണ് വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയത് എന്ന് പഠിച്ചു അല്ലേ. ഏതൊക്കെ ഭൂഖണ്ഡങ്ങളാണ് വാസ്കോഡ ഗാമ താണ്ടിയത്, ഏതൊക്കെ സമുദ്രങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഓഷ്യൻസിലൂടെയാണ് വാസ്കോഡ ഗാമ സഞ്ചരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ പോർച്ചുഗീസുകാരിൽ നിന്നും നമ്മളെടുത്ത നമ്മുടെ മലയാള ഭാഷയിൽ നമുക്ക് ലഭിച്ച ചില വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയല്ലേ. ഏതാണ്? മേശ, കസേര, അലമാര, ജനൽ, പേന, പാര, ചാക്ക്, ലേലം, തൂവാല, വിജാഗിരി ഇതെല്ലാം പോർച്ചുഗീസ് സ്വാധീനത്തിൽ നമ്മുടെ ഭാഷയ്ക്ക് ലഭിച്ച വാക്കുകളാണ്. ഓക്കെ,
പിന്നെ പോർച്ചുഗീസുകാരുടെ മറ്റ് കോൺട്രിബ്യൂഷൻസ് നമ്മൾ പഠിച്ചു അല്ലേ. അതേപോലെ ഈ കാണുന്നതാണ് ഫോർട്ട് മാനുവൽ, അതേപോലെ മാർഗം കളി, ചവിട്ട് നാടകം, ഇതെല്ലാം. പിന്നെ ഈ കോൺട്രിബ്യൂഷൻസ് എല്ലാം ഓരോന്നും ഏതൊക്കെ സെക്ടേഴ്സിലാണ്, ഏത് ഫീൽഡിലാണ് എന്ന് നമ്മൾ പഠിച്ചു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇതുകൊണ്ട് അവസാനിപ്പിക്കാം. ഇനിയും ഡച്ചുകാരെക്കുറിച്ചും അതേപോലെ ഇംഗ്ലീഷുകാരെക്കുറിച്ചും ഫ്രഞ്ചുകാരെക്കുറിച്ചും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ. ഇതൊരു വലിയ ചാപ്റ്ററാണ്. സോ ഇത് നമുക്ക് പാർട്ടായിട്ട് തന്നെ പഠിക്കാം. എല്ലാം കൂടി ഒറ്റ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. സോ ഇത്രയും കാര്യം നല്ല കൃത്യമായിട്ട് പഠിക്കുക. അപ്പോഴേക്കും അടുത്ത ക്ലാസ് വരുന്നതായിരിക്കും. സോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.